അങ്ങനെ ഒരു തീം വരുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ ആ ഒരു പാട്ടോട് കൂടി നമുക്ക് ഇത് എന്റെ പദയാത്ര അവിടെ നിൽക്കും. ഓക്കെ ആയിക്കോട്ടെ. അല്ലേ അതെ പദയാത്ര ഒരു അവസാനിപ്പിക്കാം. ജോബിന്റെ ഈ മലയാളികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട പാട്ട് ഈ മാണിക്യച്ചിറകുള്ള എന്നുള്ള പാട്ടുണ്ട്. വളരെ എല്ലാവർക്കും അല്ല ഒന്ന് രണ്ട് പാട്ടുകൾ പാടാം. നമ്മളൊരു ഓക്കെ. എന്നിലെ ചുടുതാളമായി ഒരു യാത്രയായി പദയാത്രയായി ഗതകാലമേ കുളിരോർമ്മയായി ഒരു യാത്രയായി പദയാത്രയായി പറയാൻ മറന്ന വാക്കുമായി മനതാരിലായിതാ നിറദീപമേ കിനാവു പോൽ എൻ കണ്ണിലേകുവാ നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര. ഇതെന്റെ ഓൺ കോമ്പോസിഷൻ ആണ്. ഈ ഏറ്റക്കുറച്ചിലുകളൊക്കെ ശരിക്കും ടച്ചിങ് ആണ്. നിങ്ങൾ നാലുപേരും നമ്മളിപ്പോഴും ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ഈ ഷോയിലാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെയാണ് വരത്തില്ലായിരുന്നു. അല്ല അതൊക്കെ ഒരു ഇച്ചിരി പ്രിപ്പയർഡ് ആയിട്ടൊക്കെ വന്നത്. ഇതിന്റെ ആവശ്യമില്ലല്ലോ. വെരി വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ജോബിന്റെ ഒരു ലോകത്തെ കാര്യങ്ങളാണല്ലോ ജോബ് പറയുന്നത്. ജോബിന്റെ ഒരു ലോകം എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ ഉണ്ണി സാറേ, ഈ ജോബ് അല്ല വേദിയിലെ ജോബ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിൽ ലയിച്ച് വിയർത്ത് കുളിച്ചൊക്കെയാണ് അല്ലേ സ്റ്റേജിലൊക്കെ. വേറെ ഒരു നമുക്ക് ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞ ഒരു ഇൻഹിബിഷൻ, ഒരു ടെൻഷൻ. ഞാൻ ടെൻഷന്റെ ആളുമാണ്. പക്ഷെ സ്റ്റേജിലോട്ട് കയറുമ്പോൾ അതൊരു കണക്ഷൻ, നമ്മൾ ഓഡിയൻസിന്റെ ഒരു സ്നേഹം, നമ്മുടെ കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ള ഒരു ഒരുമ. പക്ഷെ അത്ര ആൾക്കാർ നോക്കിയപ്പോ ഭയമില്ല അല്ലേ? അത്ര വേറൊരു ട്രാൻസിലാണ്. ജോബിന്റെ പ്രോപ്പർട്ടി ജോബിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഈ കമ്പോസേഴ്സ് മെഡ്ലിയൊക്കെ ഞാൻ കണ്ടിരുന്നേ. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഒക്കെ വളരെ പെട്ടെന്ന് പറ്റി. അതിനകത്താണ് ചിറകുള്ള മാറത്തു കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. ഏഹേ കണ്ടു മലനീരാ ഓഹോയ് കണ്ടു താഴ്വരാ മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും ഹോയ് തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ. നിങ്ങൾ പാട്ട് ഭയങ്കര ഇടുക്കിയ ഫീൽ വരുന്നു അല്ലേ? നിങ്ങളൊക്കെ മാറ്റി കിട്ടും. വിജയേട്ടന്റെ പാട്ടാണ്. ബുധനാഴ്ച യേശുദാസിന്റെ പിറന്നാൾ ദിനം ജന്മശതാബ്ദിയാണ്. താങ്ക് യു ജോബ്. താങ്ക് യു സോ മച്ച്. വാർത്താമൊഴിയിൽ വളരെ ഇൻഫോർമലായി തന്നെ ജോബിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്നെ കംഫർട്ടബിൾ ആക്കിയത് താങ്ക് യു. ഞാൻ സത്യം പറഞ്ഞ എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോ ആകെ പൊതുവെ അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലേ, വാർത്ത വായിക്കുന്നത് ഭയങ്കര ഗൗരവമായിരിക്കും. അങ്ങനെ ഒരു ധാരണയില്ല. ഞാൻ കാണുന്നല്ലേ. നമ്മളിപ്പോ എന്തായാലും കാണുന്നുണ്ടാവില്ല. കൊമേഡിയന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്വയം ബോധ്യം ഉണ്ടാവുന്നത് നമുക്ക് നല്ല അഭിപ്രായമാണ്. അല്ല അങ്ങനെയല്ല, ഉറപ്പായിട്ടും അത് പൊതുവെ വാർത്ത ചെയ്യുന്നവരെയൊക്കെ വളരെ എന്താ പറയാ പല വിളിപ്പേരുകളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുരസ്കാരം നേടിയ ആളുകളും ഉണ്ട്. അതെ കുഴപ്പമില്ല. താങ്ക് യു ജോബ്. വെരി മച്ച്. അത് കുഴപ്പമില്ല. കൈ വെച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ വർഷം ഗംഭീരമാകട്ടെ.